നമസ്കാരം. സമൂഹത്തിൽ ബഹുമാനാർഹമായ ഒന്നാണ് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ. വളരെ നാളുകളായി മാധ്യമ പ്രവർത്തകൻ എന്ന ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അത് ഒട്ടേറെ തവണ അനുഭവിച്ചിട്ടുമുണ്ട്. സമൂഹത്തിൽ ബഹുമാനവും സത്യസന്ധതയുടെയും മുഖമായി മാധ്യമ പ്രവർത്തനത്തെ ജനങ്ങൾ കണ്ടിരുന്നു. പക്ഷേ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന ചോദ്യവുമുണ്ട്. സത്യസന്ധമായ മാധ്യമ രീതികൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ അത് അവശേഷിക്കുന്നു. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ യുവജനോത്സവ വേദിയിൽ നിന്നുമാണ്. ഇത് ഏറെ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുവാനുള്ള കാരണം യുവജനോത്സവ വേദിയിൽ ഒപ്പന അവതരിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിയുടെ നേരെ അശ്ലീല പദപ്രയോഗം നടത്തിയ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർക്കും കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനുമെതിരെയൊക്കെ പോക്സോ കേസ് നമ്മുടെ കണ്ടോൺമെന്റ് പോലീസ് എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ആദ്യം തന്നെ കേസെടുത്തിരുന്നു. അറസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. അകത്താകുമോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻപുണ്ടായിരുന്നില്ല. അന്ന് വാർത്ത സൃഷ്ടിക്കപ്പെടുന്നതായിരുന്നില്ല. ഒരു വാർത്തയുണ്ടായാൽ ആ വാർത്തയ്ക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു മാധ്യമധർമ്മം. അതിൻ്റെ നേര് പരിശോധിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ധർമ്മവും. ഇന്ന് അത് മാറി. ബ്രോയിലർ മുട്ട വിരിഞ്ഞ് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പോലെയാണ് ഇന്ന് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിന് കാരണവും ഇത്തരത്തിലുള്ള പഞ്ചാര മാധ്യമ പ്രവർത്തനം തന്നെയാണ്. മറ്റുള്ള സത്യസന്ധമായ ചാനലുകളെ പോലും ഇത്തരം രീതികളിലേക്ക് മാറ്റുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇവർ പറയുന്നത് പോലെയാണ് വാർത്തകൾ. ഇവർ പറയുന്നത് പോലെയാണ് വാർത്തകളുടെ മുൻപോട്ടുള്ള പോക്ക്, വാർത്തയുടെ ആംഗിൾ, വാർത്തയെ ഫ്ലേവർ ചെയ്യുന്ന രീതി. ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്ന ഒരു ജോലിയാക്കി ഈ മാധ്യമ പ്രവർത്തനത്തെ വളർത്തിയതും ഇവരാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ നാൾ വഴികളിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായുണ്ട്. കാരണം തിരുത്തേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തനം. ഇത്തരത്തിലുള്ള മാധ്യമ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഇവർക്ക് തന്നെ അറിയാം, ഈ വാർത്ത കാണുന്ന ഒരാൾ ഇവരോട് തിരിച്ച് പറയുന്ന മറുപടിയും. ഇത്രയും വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണിത്. അല്ലെങ്കിൽ ഈ വാർത്ത അവതരിപ്പിക്കുന്നവനെ കൃത്യമായ രീതിയിൽ ചീത്ത വിളിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. പറയുന്നവൻ പറഞ്ഞോട്ടെ, പക്ഷേ റീച്ച് കൂടുന്നുണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഒരു വിശ്വാസം. റീച്ച് കൂടാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും അല്ലെങ്കിൽ ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കുന്ന ഈ രീതിയെ കൃത്യമായ രീതിയിൽ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മാധ്യമ ലോകത്തു നിന്നും തുടച്ച് നീക്കേണ്ടത് ഇപ്പോഴത്തെ അനിവാര്യത തന്നെയാണ്. സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുന്ന പല മാധ്യമ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള രീതികൾ കൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് തന്നെ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ നാൾ വഴികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തകർ നോക്കി കാണുന്നുമുണ്ട്. ഈ അശ്ലീല പദപ്രയോഗം നടത്തിയ ആ കുഞ്ഞു വിദ്യാർത്ഥിനി, ഇവരുടെ ദൃശ്യങ്ങളിൽ കണ്ട ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് എന്നാണ് വാർത്തകൾ. തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് അടുത്ത നടപടികളിലേക്ക് നീങ്ങുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് അറിവ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ അകത്തായപ്പോൾ സമൂഹത്തിന് കൃത്യമായ ഒരു സന്ദേശം അത് നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചീഞ്ഞ മാധ്യമ പ്രവർത്തന രീതിക്കും കടിഞ്ഞാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും കൃത്യമായ നീതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പാവം മാധ്യമ പ്രവർത്തകൻ. നന്ദി, നമസ്കാരം.